ഈ ഗ്രാന്യൂൾസ് നമുക്ക് തിരിച്ച് കളക്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. തീരത്ത് വന്ന് അടിയുന്ന ഗ്രാന്യൂൾസ് നമുക്ക് ശേഖരിച്ച് മാറ്റാമെന്നുള്ളതേ ഉള്ളൂ. അത്ര വലിയ പ്രശ്നം അല്ലാത്തൊരു കാര്യമാണ് അത്. സാധാരണ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറേ കാലം വെള്ളത്തിലടിഞ്ഞ് ഒരു ദ്രവരൂപത്തിലായി അത് പിന്നെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് അത് മത്സ്യങ്ങളുടെയും മറ്റ് പിന്നീട് സൂക്ഷ്മജീവികളുടെയും ശരീരത്തിലെത്തുകയും അത് വിഷാംശമായിട്ട് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണെന്ന് പിന്നീട് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിലേക്ക് വന്നു ചേരുന്ന ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതായത് 11 മില്യൺ ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് ലോകത്ത് എല്ലാ സ്ഥലത്തു നിന്നും ഒരു വർഷം കടലിലേക്ക് എത്തിച്ചേരുന്നത്. 11 മില്യൺ ടൺ. എന്ത് ഹ്യൂജ് എമൗണ്ടാണെന്ന് നോക്കി. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറുതാണ്. മാത്രമല്ല ഇത് പെല്ലറ്റ്സാണ്. പെല്ലറ്റ്സ് എന്ന് പറയുന്ന ആ പെല്ലറ്റ്സ് വെച്ചിട്ടാണ് പിന്നെ പ്ലാസ്റ്റിക്കിലുള്ള പാത്രങ്ങളും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം ഉരുക്കി ഉണ്ടാക്കാനായിട്ട് ഇതൊരു അസംസ്കൃത വസ്തുവാണ്. ഒരു പ്ലാസ്റ്റിക്കിലെ പല സാധനങ്ങളും ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുവാണ് ഈ പെല്ലറ്റ്. അത് നമുക്ക് കളക്ട് ചെയ്ത് മാറ്റാവുന്നുള്ളതേ ഉള്ളൂ. അതിനെക്കൊണ്ട് നമ്മൾ വലിയ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഒരു വർഷം ഏകദേശം 60 മുതൽ 100 വരെ ഷിപ്പ് നമ്മുടെ പിന്നീട് നമ്മുടെ ഭൂമിയിലുള്ള സമുദ്രത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് കണക്ക്. 60 മുതൽ 100 വരെ ഒരു വർഷം ഉണ്ടാകുന്നുണ്ട്. ഇത് ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ പുറത്തുവിട്ട റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പ്രകാരം ചെറുതും വലുതുമായ 60 മുതൽ 100 വരെ കപ്പലുകൾ ഒരു വർഷത്തിൽ അപകടത്തിൽപ്പെടുന്നു. ഇതിൽ പലതും താഴ്ന്നു പോകുന്നുണ്ട്. ഇതിൽ പലതും ചരക്ക് കപ്പലാണ്. അപ്പോൾ ഇത് കുറേയേറെ ഇപ്പോഴാണെങ്കിൽ ഇത് വളരെ സ്ട്രിക്റ്റായിട്ട് അപകടത്തിൽപ്പെട്ട കപ്പലിൻ്റെ ഭാഗങ്ങളും ആ ചരക്കുകളും ഒക്കെ വീണ്ടെടുക്കണമെന്ന് ഇപ്പോൾ റൂള് വളരെ സ്ട്രിക്റ്റാക്കി കൊണ്ടുവരികയാണ്. നേരത്തെ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞതുപോലെ സ്ട്രിക്റ്റാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിലുള്ള ഈ കപ്പലിനെ അബാൻഡൻ ചെയ്ത് കളഞ്ഞിട്ട് പോകാനൊന്നും നോക്കില്ല. ഇത് വീണ്ടെടുക്കാവുന്നതിൻ്റെ മാക്സിമം വീണ്ടെടുത്തേ വെക്കുള്ളൂ. ഇത് ഇപ്പോഴും തീരസംരക്ഷണത്തിനൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കൈ കഴുകി ഒരു ഓർഗനൈസേഷനും പോകാനൊന്നും നോക്കില്ല. ഇപ്പോൾ ഇന്ന് പത്രവാർത്ത വായിച്ചപ്പോൾ അതിൽ ലൈബീരിയൻ ഫ്ലാഗ്ഷിപ്പാണ്. ലൈബീരിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഫ്ലാഗ് വച്ചുകൊണ്ടുള്ളൊരു ഷിപ്പാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ റൂൾ അനുസരിച്ചിട്ട് ആ കപ്പലിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം അവിടെ വന്ന് റിപ്പോർട്ട് എടുക്കേണ്ടതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഏത് ഫ്ലാഗാണോ ഷിപ്പിൽ വച്ചിരിക്കുന്നത് അവരുടെ ജോലിയാണ്. ഇവിടെ ലൈബീരിയ അങ്ങനെ ഒന്നും ചെയ്യാതെ അവർ പിന്മാറി എന്നാണ് ഇപ്പോൾ ഇന്ന് രാവിലെയുള്ള പത്ര റിപ്പോർട്ട്. അവർ കൈകഴുകിയെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അത് യഥാർത്ഥത്തിൽ നിലവിലുള്ള നിയമങ്ങൾക്ക് ആക്ടിന് വളരെ വിരുദ്ധമാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൽ വരുന്ന ഇൻഷുറൻസും ബാക്കിയുള്ള ക്ലെയിമും എല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആവും. ഇപ്പോൾ ഇന്ത്യയിൽ ഈ തീരത്ത് ഇതുപോലെയുള്ള സാധനങ്ങൾ വന്നടിഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിക്കെതിരെ നഷ്ടപരിഹാരത്തിന് നമുക്ക് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര കോടതികളിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് നിലവിലുള്ള ആക്ടിൻ്റെ പിന്നീട് നിയമപരിധിക്കുള്ളിലുള്ളത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പ്ലാസ്റ്റിക് ആയിരുന്നാലും ശരി, ഓയിലായിരുന്നാലും ശരി, കാൽഷ്യം കാർബൈഡ് പോലെയുള്ള കെമിക്കലായിരുന്നാലും ശരി, കടലിൽ എന്തെങ്കിലും അപകടം വന്ന് കപ്പലിൽ നിന്ന് ഇത്തരം സാധനങ്ങൾ ചോർന്ന് അത് സമുദ്രത്തിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് വീണ്ടെടുക്കണം. അത് പരിസ്ഥിതിക്ക് യാതൊരു കോട്ടവും ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇതൊക്കെ നിയമവ്യവസ്ഥയിലുള്ളതാണ്. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം വളരെ ശക്തമായിട്ട് ഇതിപ്പോൾ ഇന്ത്യക്ക് മാത്രം ബാധകമായ ഒരു നിയമമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ബാധകമായ ഒരു നിയമമാണ്. അപ്പോൾ നിയമം വളരെ സ്ട്രോങ് ആണ്, ഇപ്പം പഴയതുപോലെയല്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ആശങ്കാകുലരാകണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ എങ്കിലും നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കണം. ഇപ്പോൾ സർക്കാർ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ജനങ്ങളൊന്നും ആ കണ്ടെയ്നർ വന്നടിഞ്ഞാൽ അതിൻ്റെ അടുത്തൊന്നും പോകരുത്. കാരണം ഏതെങ്കിലും കാരണവശാൽ ഒരു കെമിക്കലുണ്ട്, അത് ശരീരത്തിൽ വീണ് പൊള്ളലേൽക്കണ്ട, ജനങ്ങൾക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ കണ്ടെയ്നർ പൊട്ടിത്തെറിക്കുമെന്നോ ഒന്നുമല്ല. ജനങ്ങൾക്ക് അപകടം ഉണ്ടാവരുത്, ജനങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും സുരക്ഷിതമായിരിക്കണം ജനങ്ങൾ. അതിലേക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന മുന്നറിയിപ്പാണ്. ഇന്ന് തന്നെ കൊല്ലത്ത് കണ്ടെയ്നർ മുറിച്ചു മാറ്റുന്നതിനിടയ്ക്ക് തീപിടുത്തം ഒക്കെ ഉണ്ടായി. സ്വാഭാവികമായിട്ടും അത് അങ്ങനെയുള്ള ചില വാതകങ്ങളാണ് അതിലുള്ള. ഒരു പക്ഷേ കാൽഷ്യം കാർബൈഡ് അതിനകത്തുണ്ടായിരിക്കാം. അത് മുറിച്ചു മാറ്റുമ്പോഴത്തേക്കും ഒരു അസറ്റ്ലീൻ പിന്നീട് വെള്ളത്തിൻ്റെ സാന്നിധ്യത്തിൽ അസറ്റ്ലീൻ ഉണ്ടായി കാണും. അപ്പോൾ മുറിച്ചു മാറ്റാനായിട്ട് അവർ ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ സ്പാർക്ക് മതി, അന്നേരം തന്നെ അത് കത്തും.
അത് അങ്ങനെ ആയിരിക്കാമെന്ന് നമുക്ക് ഊഹിക്കാം. അല്ലാതെ വേറെ എന്തെങ്കിലും കെമിക്കലാണോ, ഇതിൻ്റെ വിശദാംശങ്ങൾ, കംപ്ലീറ്റ് വിശദാംശങ്ങൾ വന്നിട്ടില്ല. ഒരു കപ്പലിനകത്ത് എത്ര കാർഗോ കയറ്റി, എന്തൊക്കെ കാർഗോയാണ്, എത്ര കണ്ടെയ്നർ കയറ്റി, ഓരോ കണ്ടെയ്നറിനകത്തും എന്താണ്, ഏത് സ്ഥലത്തേക്കാണത് പോകുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒരു പോർട്ടിൽ നിന്ന് കണ്ടെയ്നർ കയറ്റി കഴിയുമ്പോൾ തന്നെ ക്യാപ്റ്റൻ്റെ കൈവശം അത് കൊടുക്കും. ഇവിടെ ആ റിപ്പോർട്ട്, അത് ക്യാപ്റ്റൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല എന്ന് പത്ര റിപ്പോർട്ട് വരുന്നു, ഈ ഡീറ്റെയിൽസ് പുറത്തു വന്നില്ല എന്ന് പത്ര റിപ്പോർട്ട് കൊടുക്കുന്നു, ആ ഡീറ്റെയിൽസ് അന്വേഷണ സമയത്ത് മാത്രമേ പുറത്തു വിടുകയുള്ളൂ എന്നുള്ള വാർത്തകൾ വരുന്നു. അങ്ങനെ നമ്മളൊരു ഡയലമയിൽ നിൽക്കുകയാണ്.